എൻ്റെ വീട് പാലുകാച്ചി കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമായി. അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ബുദ്ധൻ്റെ പ്രതിമയാണ് ഇത്. വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ച് അതിനോടൊപ്പം കുറച്ച് ചെടികളും വയ്ക്കണമെന്ന ആഗ്രഹമായിട്ടാണ്. കാരണം ഞാനിപ്പോൾ കുറച്ച് റോസും ഒരു തുളസിക്കറയും ഒക്കെ വാങ്ങിച്ച് വെച്ചു. ഇതിനെല്ലാം വെള്ളമൊഴിക്കണം എന്ന രീതിയിൽ ഇറങ്ങിയപ്പോഴാണ് പുറത്ത് നല്ല ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റിനൊരു ഭയങ്കര രസമായത്. കാരണം ഇത് നെട്ടയം മലമുകളിലോട്ട് പോകുന്ന വഴിയിലാണ് എൻ്റെ വീട്. അപ്പോൾ ആ റോഡാണ് ഈ കാണുന്നത്. ഇത് നെട്ടയം മണലയം റോഡാണ്. അപ്പോൾ ഈ റോഡിന് കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂ ഞാനിന്ന് കാണിച്ചു തരാം. കാരണം ഇത് മലമുകളിൻ്റെ മുകളിലായതുകൊണ്ട് കുറച്ച് ഭയങ്കര രസമാണ്. കാരണം കുറച്ച് കയറ്റം കയറി വരുമ്പോഴേക്കും ഈ സ്കൈയൊക്കെ ഭയങ്കര രസമായി മഴ ടൈമിലൊക്കെ. ഏതായാലും നമുക്ക് ആ വ്യൂ ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് പോവാം. എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് നടക്കാന്നുള്ള ദൂരേ ഉള്ളൂ. എന്നാലും മഴക്കോളുണ്ട്. നമുക്ക് വണ്ടിയിൽ തന്നെ ഒന്ന് പോവാം. കഴിഞ്ഞാൽ ഇത് മലമുകളിലേക്ക് പോകുന്ന റോഡാണ്. ഇത് നേരെ മൂന്നാമൂട് എന്ന സ്ഥലത്തേക്കും റോഡ്. ഇപ്പോഴാണ് ഈ റോഡ് എത്രത്തോളം ഭംഗിയായി പണിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇതിനു മുമ്പ് ഇത്ര നല്ലതല്ലായിരുന്നു. പക്ഷേ ഏതായാലും PWDയുടെ റോഡാണ്, ഭംഗിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ മണലയം ഇവിടെ വെച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. അത് കുറച്ച് മുന്നിലോട്ടാണ് അറിയേണ്ടത്. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് മണലയം ജംഗ്ഷനിലാണ്. വലിയ ജംഗ്ഷനൊന്നുമല്ല, ചെറിയൊരു ജംഗ്ഷനാണിത്. ഇവിടുന്ന് താഴേക്ക് പോകുന്നത് മൂന്നാമൂട് പുളിയറക്കോണം റൂട്ടാണ് ഈ റൂട്ട് വരുന്നത്. ഈ റൂട്ട് പോകുന്ന വഴിയിലാണ് ഞാൻ പറഞ്ഞ വ്യൂ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മഴക്കോളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ചെറിയ വെയില് വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസമാണ് ഈവനിങ് ടൈമിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസം. ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പെന്തോ പണി തുടങ്ങിയ ഒരു വീടാണ്, വലിയൊരു വീടാണ്. ഇതുവരെ ആ വീടിന്റെ പണിയും കഴിഞ്ഞിട്ടില്ല, ആരും താമസമായിട്ടില്ല. ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ വീട് ഇടയ്ക്കിടയ്ക്ക് പണി കിടക്കുന്ന കാണാം. അതൊന്നും ഞാൻ പറഞ്ഞ ഏകദേശം വ്യൂ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. നമ്മളങ്ങനെ സ്ഥലത്തെത്തി. സ്ഥലം ഇത് നേരെ മൂന്നാമുടുന്ന് കയറി വരുന്ന റോഡാണ്. അതേപോലെ തന്നെ ഇത് നെട്ടയത്തുനിന്ന് വരുന്ന റോഡ്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ വ്യൂ ഇതാണ്. ഇത് കണ്ടോ? പക്ഷെ ഇത് ഈവനിങ് ആണ് ഭയങ്കര രസം. മൊത്തം ലൈറ്റും ഒക്കെ ഉണ്ടാവും. ഏകദേശം ഒരു കവടിയാറ്, വട്ടിയൂർക്കാവ്, തിബിറ്റി ആ ഭാഗത്തിന്റെ എല്ലാം വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. പക്ഷെ നൈറ്റ് ഭയങ്കര രസമാണ്. ഇവിടെ ഈ ലൈറ്റുകളും ഈ ഫ്ലാറ്റിന്റെയും ഇതാ കാണുന്ന ആ ഒരു രൂപം പോലത്തെ ഇത് നമ്മുടെ ISROയുടെ ആണ്. വാട്ടർ ടാങ്കാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷികളും ഒക്കെ പറന്നു പോകുന്നുണ്ടല്ലേ, ഭയങ്കര രസമാണ്. പക്ഷെ കുറച്ചും കൂടെ ഞാൻ ഈ മഴ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷെ ഇപ്പോഴേക്കും വെയിൽ ആയി. ഏതായാലും ഞാൻ പറ്റുകയാണെങ്കിൽ വൈകുന്നേരം ആ ലൈറ്റും എല്ലാം ഇട്ട് പ്രകാശിച്ച് നിൽക്കുന്ന സിറ്റിയുടെ വിഷ്വലും കൂടെ എടുക്കാൻ ശ്രമിക്കാം.